കണ്ടോ, ഇതാണ് ഈ ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്നതിൽ ഇതാണ് ഇവർ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. മനസ്സിലായോ? കാറ് അവരുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി മുകളോട്ട് കയറിപ്പോയി. അപ്പൊ മുകളോട്ട് കയറി രണ്ട് വഴിയുണ്ട്, ഒരെണ്ണം ലെഫ്റ്റ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവളേനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഡ്രഗ് കൊടുത്ത്. നമസ്കാരം. ചിക്മംഗ്ലൂരിൽ വിനോദയാത്രയ്ക്ക് പോയ 15-കാരിയെ കാണുവാനില്ല. ശ്രീനന്ദയാണ് പേര്. 15-കാരിയെ കാണുവാനില്ല. 4 ദിവസമാണ്. ഒറ്റയ്ക്കല്ല പോയത്. നമ്മുടെ ശരണ്യയുടെ കേസ് ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ഒരു കേസ് പറഞ്ഞതേ ഉള്ളൂ. ശരണ്യ ഇതുപോലെ ഒറ്റയ്ക്ക് പോയി എവിടെ പോയി പാറപ്പുറത്ത് പോയി കിടന്ന്, എനിക്ക് തോന്നുന്നു എന്തോ അടിച്ച് കഞ്ചാവടിച്ച് കിറങ്ങി കിടന്നാണ് എൻ്റെ ഒരു ഊഹം ആ ഒരു സംഭവത്തിൽ. പോട്ടെ. ഇപ്പോൾ അടുത്ത ഒരു വാർത്ത വന്നിരിക്കുന്നു. ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനന്ദയ്ക്കായിക്കുള്ള തിരച്ചിൽ 4ാം ദിവസവും 10 മിനിറ്റിൽ അറിയിച്ചതാണ്. ഇപ്പോൾ 3 രാത്രികൾ കഴിഞ്ഞു. അതായത് ഈ ഒറ്റയ്ക്കല്ല പോയത്, 50 പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് അവർ പോയത്. 50 പേര്, ഇവരുടെ ഫാമിലി ഫ്രണ്ട്സും ഇവരുടെ റിലേറ്റീവ്സും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു 50 പേരടങ്ങുന്ന സംഘമായിട്ട് പോകുന്നു. ഈ പറയുന്ന കർണാടകയിലെ ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന ബാബാ ബുദ്ധൻഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. ആ ബുദ്ധൻഗിരി എങ്ങനെയാണ് അവിടുത്തെ സംഭവമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ബാബാ ബുദ്ധൻഗിരി എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടി വിനോദയാത്രയ്ക്ക് പോകുന്നവരൊക്കെ പാലക്കാടുള്ളവരാണ്. അപ്പോ കുറച്ചൊരു 10 മിനിറ്റ് മുമ്പ് ഈ പെൺകുട്ടി ഇതിന്ന് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം കാണുവാനില്ല. 1-2 പേരല്ല, 10-50 പേര് അവരെ കൂടെ ഉണ്ടായിരുന്നു. കാണുവാനില്ല എന്നുള്ളതാണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതായിരിക്കാം എന്നുള്ളതാണ്. ഇനി തട്ടിക്കൊണ്ട് പോയതാണോ, ഈ പെൺകുട്ടി സ്വമേധയായി ഇറങ്ങിപ്പോയതാണോ, അതോ അവിടെ അപകടത്തിൽപ്പെട്ടതാണോ എന്നുള്ള കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് വാർത്ത. ഇത് 4 ദിവസമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുവരെയായിട്ട് മെയിൻ സ്ട്രീമുകളൊന്നും എടുത്തില്ല. കാരണം ഇലക്ഷന്റെ ബേക്കിലായതുകൊണ്ട് ഇവന്മാർ ഈ ഒരു സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഓരോ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ചുതരാം. ഓക്കെ. ബംഗളൂരു ചിക്കമംഗലൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ വനത്തിനുള്ളിൽ കാണാതായ മലയാളി പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 3ാം ദിവസത്തെ തെരച്ചിലും ഫലം കണ്ടില്ല. അതേസമയം ശ്രീനന്ദയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാമെന്ന വാദവുമായി കുടുംബം രംഗത്തെത്തി. 3 രാത്രി ആവണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്റെ കുട്ടീനെ. പിന്നെ അവള് അവിടെ നിന്ന് വീണിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവളേനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഡ്രഗ് കൊടുത്ത് മയക്കി കൊണ്ടുപോയിട്ടുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ കുട്ടീനെ ഒന്ന് കണ്ടെത്തി തരണം. 2-3 ദിവസമായി. മനസ്സിലായല്ലോ. 3 ദിവസമായിട്ട് അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അതായത് ആരെങ്കിലും എന്തെങ്കിലും മയക്കുമരുന്നോ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കാം എന്നുള്ളത്. അതായത് അവിടെ ഇപ്പം ഒരുപാട് ആദ്യമൊക്കെ പോലീസുകാർക്ക് കുറെ അനാസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ അവിടെയുള്ള നാട്ടുകാർക്കും ആദ്യം ഇത് തിരച്ചിലിൽ കുറച്ച് അനാസ്ഥ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പം നല്ല രീതിയിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചും ഈ പറയുന്ന വടം വെച്ച് കെട്ടി ഇറങ്ങിയൊക്കെ അവർ നല്ല തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ കാണുവാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവര് ഉന്നയിക്കുന്ന ഒരു സംശയം ഇവിടെ തട്ടിക്കൊണ്ട് പോയതായിരിക്കാം. കാരണം 1-2 പേരല്ല, 10-50 പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് പോയ ഒരു പെൺകുട്ടിയെ ഇവരെവിടെ പോയി കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിലൊരു നിർണായകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൊച്ചച്ഛനോ വല്യച്ഛനോ പറഞ്ഞ ഒരു ഫോൺ കോൾ ഉണ്ട്. ആ കോള് നിങ്ങളൊന്ന് കേൾക്കണേ, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ശരിക്കും ചെറിയൊരു മിസ്സിംഗ് ആയിരുന്നു അതിന്. കാരണം 5:20 കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവര് അവര് അടുത്ത ഓരോ ഫാമിലി സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടി മുകളോട്ട് കയറിപ്പോയി. അപ്പൊ മുകളോട്ട് കയറി 2 വഴിയുണ്ട്, ഒരെണ്ണം ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ കയറാം, സ്ട്രൈറ്റ് കയറിക്കാൻ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്താം. പക്ഷെ ഈ കുട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് കയറിയെന്നാണ് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് 5:26. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് തൊട്ട് മുമ്പ് വരെ ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഫോട്ടോ എടുത്തതാണ്. അതിനുശേഷം കുച്ചിയെ കാണാനില്ല. അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഈ പെൺകുട്ടി നേരത്തെ കയറിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തിരിച്ച് ഈ പെൺകുട്ടി എന്ത് ചെയ്തു, തിരിച്ച് ഇവർക്ക് ഫ്രണ്ടിലേക്ക് കയറി പോയി എന്ന് പറയുന്നു. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് ഈ പെൺകുട്ടി സൈഡ് തിരിഞ്ഞാണ് പോയതെന്നാണ് ഇവർ പറയുന്നത്. അതായത് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന റോഡിലല്ല, സൈഡ് തിരിഞ്ഞാണ് പോയത്. ഓക്കെ. പിന്നെ അതിന്റെ പിറകിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല, ഇവരാരും. അപ്പൊ ഇവരെല്ലാരും വണ്ടി കയറി കാണുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് കുട്ടി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 6-7 മിനിറ്റിന്റെ അവർ വ്യത്യാസം. ആ സമയത്ത് വെച്ചാണ് ഈ കുട്ടി അവിടെ നിന്ന് മിസ്സായത്. 5:20 വരെ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്തൊരു 10 അംഗ സംഘം ഉണ്ടായിരുന്നു പറയുന്നുണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ?
ഇല്ലല്ല, അതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നു. നിങ്ങൾ 40 പേരുള്ള ടീമായിരുന്നു ആ, അല്ലേ? ഞങ്ങൾ 40 പേരുള്ള ടീമായിരുന്നു. പിന്നെ വേറെ കാസർഗോഡ് നിന്നുള്ളൊരു ടീം ഉണ്ടായിരുന്നു. അവിടെ ആൾറെഡി പോലീസ് അവിടെ വിളിച്ചു. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞവര് കൂടെ അല്ലാതെ ഒരു 10 അംഗ സംഘം വേറെ ഉണ്ടായിരുന്നു, അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തില് ഈ പെൺകുട്ടി ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും അല്ല വീണിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇവർ റിട്ടേൺ, ഇവരെല്ലാം കണ്ട് റിട്ടേൺ ഈ പെൺകുട്ടി ഈ പറയുന്ന കാർ പാർക്കിങ്ങിലേക്ക്, ഇവരെ കാർ പാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഈ പെൺകുട്ടി പോയി. അപ്പൊ ഇവരെല്ലാം കരുതി എന്നാൽ പെൺകുട്ടി അവിടെ കാണും. അപ്പൊ ലാസ്റ്റ് വണ്ടി എടുക്കാൻ സമയത്ത് ആരൊക്കെ കയറിയെന്ന് ശ്രദ്ധിക്കുമല്ലോ, അപ്പോഴാണ് ഈ പെൺകുട്ടി മിസ്സായിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. എന്താണ്, കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ മറ്റൊരു ചാൻസും കൂടിയുണ്ട്, അതും കൂടി ഞാൻ പറയാം, ഇത് കൂടി കേൾക്കുമ്പോഴാണ്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ശ്രീനന്ദ ഒറ്റയ്ക്കാണോ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് കയറിപ്പോയത്? എവിടേക്ക്? അല്ല, ഈ സംഘത്തിൽ നിന്ന് മോള് കയറിപ്പോയി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. തനിച്ച് മുകളിലേക്ക് കയറി. കയ്യിൽ മൊബൈലും ഒന്നും ഉണ്ടായിരുന്നില്ല? മൊബൈലൊന്നും ഇല്ല. ഓക്കെ, എന്ത് പറഞ്ഞാണ് അങ്ങോട്ട് പോയതെന്ന് വല്ലതും അറിയാമോ? ഇല്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഒന്നും ഇല്ല എന്നാ പറയുന്നത്. ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈലും ഇല്ലായിരുന്നു എന്നുള്ളത് അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. കുട്ടി ഫ്രണ്ടിൽ കയറി, അത്ര തന്നെ ഉള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അത്ര ഉണ്ടായിട്ടില്ല. അല്ല, ഈ ഇവിടെ ശ്രീനന്ദ ആരെങ്കിലും ബലമായി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു സംശയം അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം എല്ലാവർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കടത്താൻ പറ്റുമോ? അതിന് ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയല്ലേ? പക്ഷേ ഡോഗ് സ്ക്വാഡ് വന്ന് കൃത്യമായിട്ട് അവിടെ ഒരു കടയുടെ അടുത്ത് വന്ന് പട്ടി ഒരു കടയുടെ അടുത്ത് വന്നാണ് നിന്ന്. പിന്നെ അതിനുശേഷം ഡോഗ് സ്ക്വാഡ് തിരിച്ചു വരികയായിരുന്നു. എന്നിട്ടും അവിടെയുള്ള ഒരു കടക്കാരെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടില്ല. അത് മാത്രമേ ഞങ്ങൾക്കൊരു, ബാക്കി നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ലോക്കലിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവർക്ക് ഒരു താല്പര്യം. അതായത് അവിടെ ലോക്കലി ഉള്ള അന്വേഷണം നടക്കുന്നില്ല കാര്യമായിട്ട്. അതെ. ഓക്കെ, ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കേസ് എന്താണെന്ന് അറിയാമോ? ഈ പെൺകുട്ടിയുടെ കയ്യിൽ എന്താണ്, മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കേസ്. എനിക്ക് ഇവിടെ ഒരു ഡൗട്ട്, ഈ പെൺകുട്ടി 15 വയസ്സ് പ്രായമുണ്ട്, ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ വെച്ച് മൊബൈൽ യൂസ് ചെയ്യുന്ന ഈ വിനോദയാത്ര ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മൊബൈൽ ഫോൺ കാണാനുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല? ശരി, ഓക്കെ. അപ്പൊ എനിക്കിത് മനസ്സിലാകുന്നത്, ഈ പറയുന്ന കാർ പാർക്കിങ്ങിൽ എത്തിയപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു അഫെയർ ഉണ്ട്, ഈ പെൺകുട്ടി തന്നെത്താനെയാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കാട് നിന്ന് ഈ പറയുന്ന ചിക്മംഗ്ലൂർ അവിടെ വന്ന് ഒളിച്ചോടി പോകേണ്ട ആവശ്യമൊന്നും പെൺകുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലൊന്നും വീഴത്തുമില്ല. അപ്പൊ അങ്ങനെയാണ് ഇത് ആരോ തട്ടിക്കൊണ്ട് പോകാനുള്ള വളരെ വളരെ വലിയൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇനി ചിക്മംഗ്ലൂർ ആ ഒരു പ്രദേശം ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതാണ് സ്ഥലം, കണ്ടോ? ഇതാണ് ഈ ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്നതിൽ ഇതാണ് ഇവർ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. മനസ്സിലായോ? കാറ് അവരുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു ഒരു മല ഏരിയ ആണ് കേട്ടോ, ഇതൊരു പൊക്കമുള്ള ഒരു മല ഏരിയയാണ്. ഇവിടുന്ന് പാർക്ക് ചെയ്യുന്നു. ഇതുവഴി ഇവർ എന്ത് ചെയ്യുന്നു, ഈ കാണുന്നില്ലേ, ഈ ഇതുവഴിയായി ഇവര് നടന്നു പോകുന്നു. വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്, മനസ്സിലായോ? മുന്നോട്ട് പോകാൻ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ വെച്ചാണ്, അതായത് ഇതിലേ കയറി പോയിട്ട് ഈ പെൺകുട്ടി ഇവര് തിരിക്കുന്ന മുമ്പ് പെൺകുട്ടി നേരത്തെ തിരിച്ചു വന്നു എന്നാണ്. ഈ പെൺകുട്ടി നേരെ എന്ത് ചെയ്തു, തിരിച്ച് ഇതിനകത്ത് കയറി വന്നു. അപ്പൊ ഈ കാർ പാർക്കിങ്ങിന്റെ സ്ഥലത്ത് ഒരുപാട് പേര് കാർ പാർക്ക് ഇട്ടിരിക്കാം. എന്നുവെച്ചാൽ പലയിടത്തും നിന്ന് എന്താണ് ഈ പറയും പോലെ വിനോദയാത്രയ്ക്ക് വന്നിട്ട് അങ്ങനെ കുറെ കാർ പാർക്കിങ്ങും വേറെ കുറെ മാര് കാണുമല്ലോ. അപ്പൊ അവിടെ വെച്ച് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് വരുന്നു. അവിടെ വെച്ച് ആരെങ്കിലും ഈ പെണ്ണിനെ മയക്കി കിടത്തിട്ട് അവരെ വണ്ടിയിൽ തന്നെ എടുത്തിട്ടോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്ത മനുഷ്യരറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആ സമയത്ത് ഏതൊക്കെ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു, ആരൊക്കെ അവിടെ വന്നിരുന്നു, ആ സമയത്ത് ഏതൊക്കെ വണ്ടികൾ തിരിച്ചുപോയി, നമ്മൾ ഇത് നോക്കുമ്പോൾ കണ്ട ഇതൊക്കെ കണ്ടോ, അതൊരു മല ഏരിയയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ? അപ്പൊ ആ സമയത്ത് ഏതൊക്കെ വണ്ടികൾ ഈ പറയുന്ന അരമണിക്കൂർ ഗ്യാപ്പിൽ തിരിച്ചുപോയി എന്നുള്ളത് നമ്മൾ പിന്നീട് ഒന്ന് തിരക്കി കഴിഞ്ഞാൽ അവിടെയാണ് ഇത് കിടക്കുന്നത്. അവിടെയാണ് ഈ കേസ് തെളിയിക്കാനുള്ള എല്ലാ സംഭവങ്ങളും. അല്ലാതെ ഈ പറയുന്ന ഇതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് കരുതുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ പെൺകുട്ടിക്ക് അപകടമോ കാര്യങ്ങളോ എന്തെങ്കിലും പറ്റിയതായിരുന്നെങ്കിൽ ഉടനെ കിട്ടിയാണ്. ഈ 4 ദിവസത്തെ തിരച്ചിലിൽ കിട്ടിയത്. അതുമല്ല എന്തെങ്കിലും ഒരു അപകടം പറ്റിയെങ്കിൽ തൊട്ടടുത്ത് ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി കരയ്ക്കുകയോ പിന്നെ നിലവിളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും, ഇവർക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ
അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്റെ ബലമായ സംശയം ഈ പെൺകുട്ടി നേരെ തിരിച്ച് കാർ പാർക്കിങ്ങിന്റെ അടുത്ത് വന്നു. അതായത് ഇവര് പോകുന്നതിന് മുമ്പ് പെൺകുട്ടി നേരെ എന്ത് ചെയ്തു, ഈ പെൺകുട്ടി ആദ്യമേ പോയി അവിടെ വന്ന് കാർ പാർക്കിങ്ങിന്റെ അടുത്ത് പെൺകുട്ടി നിന്നു. ആ സമയത്ത് അവിടെ ഇതുപോലെ കാണാൻ വന്ന ഈ ബാച്ചിലർ കുറെ എണ്ണം വരുമല്ലോ, കഞ്ചാവ് ഓടിച്ച് കിറിങ്ങിയൊക്കെ വരും ഓരോരുത്തർ. അപ്പൊ നമുക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇന്ന് അതിനെ കൊണ്ട് എന്തെങ്കിലും വെച്ച് മൂക്കിൽ വെച്ചിട്ട് അവന്മാര് പറഞ്ഞ വണ്ടിയിൽ തന്നെ അത് എവിടെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അവന്മാർ ഇവരിപ്പം എന്താ കേരളത്തിൽ നിന്നാ പോയത്, അതുപോലെ പലയിടത്തുനിന്ന് വരുന്നവരുണ്ട്. കാറുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കും, പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ ആരും അറിയാവുന്ന പോലെ എടുത്തിട്ടുകൊണ്ട് ഇവർ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. അത് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ അവരുടെ അമ്മ പറയുന്നതിൽ കഴം കൊണ്ട് എന്നുള്ളത്, അല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കാണാം. ചെയ്യും.